Welcome to Leave for Traveling. വെൽക്കം ബാക്ക് ടു ലീവ് ഫോർ ട്രാവലിംഗ്. അങ്ങനെ നമ്മുടെ ലീവ് ഫോർ ട്രാവലിങ്ങിൽ അടുത്തൊരു ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. നമ്മുടെ ബാലി ട്രിപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങൾ 2026 ഫസ്റ്റ് പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ്. അപ്പം എങ്ങോട്ടാണെന്നല്ലേ അപ്പം നമുക്ക് നോക്കാം. ശരിക്കും ഈ ഒരു ട്രിപ്പ് ഞങ്ങളുടെ ആനിവേഴ്സറി ടൈം പ്ലാൻ ചെയ്തതാണ്. പിന്നെ അപ്പോഴത്തെ കുറച്ച് തിരക്കൊക്കെ ആയിട്ട് ഞങ്ങളത് മാറ്റി വെച്ചു. അപ്പോൾ അങ്ങനെ ഒരു 1 മന്തിലേക്ക് പോസ്റ്റ്പോൺ ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ അന്ന് ഹൗസ് ബോട്ട് ജേർണി എടുത്തത്. പിന്നെ ഇപ്രാവശ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഡ്രീം കം ട്രൂ ആണ് എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ നടത്തി തരാൻ പോകുന്നത്. സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. അതെന്താണെന്ന് നിങ്ങൾക്ക് ഈ വ്ളോഗിൽ കൂടെ മനസ്സിലാകും. അങ്ങനെ ഇപ്രാവശ്യം ഞങ്ങൾ ചൂസ് ചെയ്തത് കാത്തേ പസഫിക് എയർലൈൻസ് ആണ്. ഇവിടെ നിന്നൊരു 5 hours ജേർണി ഉണ്ട്. ഡയറക്റ്റ് ഫ്ലൈറ്റ് ആണ്. അങ്ങനെ ഞങ്ങൾ നേരെ ലാൻഡ് ചെയ്തത് ഹോങ്കോങ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങളുടെ ഡ്യൂട്ടി തന്നെ എവിടെ ഇറങ്ങിയാലും കറൻസി എക്സ്ചേഞ്ച് എന്നുള്ളതാണ്. അപ്പോൾ ആ ചടങ്ങൊക്കെ അങ്ങ് വൃത്തിയായിട്ട് കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് എക്സിറ്റ് നോക്കുവാണ്. കാരണം ഞങ്ങൾ തന്നെയാണ് എല്ലാം അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഞങ്ങളൊരു ടാക്സി ഡ്രൈവറെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ലോക്കലി. അപ്പോൾ പുള്ളീനെ കണക്ട് ചെയ്യാൻ നോക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ എയർപോർട്ട് ടെർമിനലിൽ നിന്ന് ഇറങ്ങും. അങ്ങനെ ഭാഗ്യത്തിന് പുള്ളി ഹിന്ദി സംസാരിക്കുന്ന ഡ്രൈവറാണ്. കണ്ടോ, എൻ്റെ കെട്ടിയവൻ അതുകൊണ്ട് ഹിന്ദി വെച്ചലക്കുവാണ്. പിന്നെ ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ വ്യൂസാണ്. നമ്മൾ ഹോട്ടലിലേക്ക് പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഈ ഒരു ബ്രിഡ്ജ് കിടിലമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ബ്രിഡ്ജ്. ഇതിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ള ഒരു വ്യൂ കിടിലമാണ്. 2 സൈഡും സീ ആണ്, നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒരു മിസ്റ്റി ക്ലൈമറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്കത് ക്ലിയറായിട്ട് കാണാൻ പറ്റാത്തതാണ്. അങ്ങനെ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് നമ്മുടെ എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക്. ഇവിടുത്തെ റോഡൊക്കെ വളരെ ക്ലീൻ ആണ് കേട്ടോ ഗൈസ്, നമ്മുടെ നാട് പോലെ അല്ല. പക്ഷേ നല്ല ട്രാഫിക് ഉള്ളതെന്നാണ് അവർ പറയുന്നത്. പിന്നെ ഇതാണ് അണ്ടർ ടണൽ. നമ്മൾ ദുബായിലൊക്കെ പോകുന്നത് പോലെ ഉള്ളൊരു സംഭവമാണ്. നമ്മൾ ടണലിൻ്റെ അകത്തൂടെ നമ്മളിനി അടുത്തൊരു പ്ലേസിലേക്ക് നമുക്ക് കടക്കാനായിട്ടുള്ള ഒരിതാണ്. നമ്മളിതാ താമസിക്കുന്ന ഹോട്ടലിലെത്തി. ഞങ്ങൾ ബുക്ക് ചെയ്തത് റമദ ഹോട്ടലാണ്, 4 സ്റ്റാർ. അപ്പോൾ ഇതിവിടെ വളരെ ഒരു സിറ്റിയുടെ അടുത്താണ്, പിന്നെ ഒരു ഐലൻഡ് സൈഡാണ്. അപ്പോൾ ഞങ്ങളൊരു ചെക്ക് ഇൻ പ്രോസസ്സൊക്കെ ചെയ്യുവാണ്. അപ്പോൾ അവരുടെ ചെക്ക് ഇൻ ടൈമിങ് കുറച്ച് ലേറ്റാണ് നമ്മൾ ഇത് ചെയ്തത്. അപ്പോൾ നമ്മൾ നേരത്തെ എത്തി. അപ്പോൾ ഇവിടെ ഒരു അടിപൊളി വിൻറ്റേജ് കാറൊക്കെ കണ്ടപ്പോൾ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ ഒരു ജസ്റ്റ് നല്ലൊരു ലക്ഷറി ലുക്കാട്ടോ ഹോട്ടലിൽ. പിന്നെ അടുത്ത് തന്നെ കുറേ ഷോപ്പ്, പിന്നെ 7-Eleven പോലത്തെ എല്ലാം ഷോപ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് വിശപ്പാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ഒന്ന് ലഗേജൊക്കെ വെച്ചിട്ട് റമദയിൽ നമുക്കൊന്ന് പുറത്ത് പോയി എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാം എന്നുള്ള പ്ലാനിലാണ്. നോക്കിയപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ലിഫ്റ്റൊക്കെ ആട്ടോ, നല്ലൊരു ഗോൾഡൻ കളറൊക്കെയാണ്. ഇവിടെ സെൽഫ് ചെക്ക് ഇൻ പ്രോസസ്സൊക്കെ ഉണ്ട്. പിന്നെ ഇതൊന്നും വലിയ പണി അറിഞ്ഞൂടാത്തതുകൊണ്ട് അതിന് പോയില്ല. പിന്നെ ഇവിടുത്തെ ബിൽഡിങ്സൊക്കെ ഭയങ്കര ഹൈറ്റാട്ടോ. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോ കൂടെ. ഇവിടെ ഇത്രയും ബിൽഡിങ്ങിന് ഹൈറ്റ്സ് ഞാൻ വേറൊരിടവും കണ്ടിട്ടില്ല. സ്കൈ സാപ്പേഴ്സ്. അപ്പോൾ നമ്മൾ പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ലഗേജ് എവിടെയെങ്കിലും വെക്കണം എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഇവിടെ ഒരു കിടിലം സ്റ്റോറേജ് റൂം പോലെ. പക്ഷെ അത് സ്റ്റോറേജ് റൂമൊന്നും അല്ല, നമുക്കൊരു ഗസ്റ്റ് ലോഞ്ചായിട്ടാണ് അവർ തരുന്നത്. ഞാനിങ്ങനെ എല്ലായിടത്തും അങ്ങനെ കണ്ടിട്ടില്ല. കാരണം നമ്മളിപ്പോൾ ലേറ്റായിട്ട് ചെക്ക് ഇൻ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ റിസപ്ഷൻ ലോബിയിലൊക്കെ ഇരിക്കണം. ഇവിടെയാണെങ്കിൽ അവർ അതിന് ഒരു വാഷ്റൂം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു ഗസ്റ്റ് ലോഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് അത്യാവശ്യം നേരം സ്പെൻഡ് ചെയ്യാം റൂം കിട്ടുന്നത് വരെ. അപ്പോൾ നമ്മൾ എന്താ പറയുക, കിലുക്കത്തി പോലെ റൂം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, റൂം തന്നില്ല എന്ന് പറഞ്ഞ് ഞാനും ഇരിക്കുന്നുണ്ട് കുറേ നേരമായിട്ട്. അപ്പോഴാണ് ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ എന്തെങ്കിലും നമുക്ക് പോയി ഫുഡ് അടിക്കാനുള്ള പരിപാടി നോക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടുന്ന് നോക്കിയപ്പം അത്യാവശ്യം താഴെ നല്ല ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സും ഹൈപ്പർ മാർക്കറ്റ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ എന്നാൽ പിന്നെ താഴേക്ക് പോകാമെന്ന് വെച്ചു. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. പക്ഷേ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിങ് കഴിഞ്ഞു, എന്നാൽ ലഞ്ച് ടൈം ആയതുമില്ല. എന്നാൽ പിന്നെ ലിഫ്റ്റിൽ ഇറങ്ങി നമുക്ക് താഴെ പോയിട്ട് എന്തെങ്കിലും ഞെണ്ണാം എന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കിയപ്പം നല്ല രസമുണ്ട്. ഇവിടുത്തെ എല്ലാം ഒരു ഗോൾഡൻ കളേഴ്സാണ് തീം. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അതൊരു ലക്ഷറി ലുക്ക് തരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഇതിലേക്ക്. അപ്പം അത് സംഭവം കൊള്ളാം.
അപ്പോൾ ഞങ്ങൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പക്ഷേ ഈ ഗോൾഡൻ കളറൊക്കെ കണ്ടപ്പോൾ കുറച്ചങ്ങോട്ട് വീഡിയോ എടുത്ത് ഞാൻ തകർക്കാമെന്ന് വെച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ റൂമിലെത്തി. ഇതാണ് ഞങ്ങളുടെ 2612, അതാണ് റൂം നമ്പർ. അപ്പം ഇവിടെ പിന്നെയാണ് മനസ്സിലായത് റൂമൊക്കെ വളരെ കൺജസ്റ്റഡ് ആണ്. നമ്മുടെ വേറെയുള്ള സ്ഥലത്ത് പോലെ റൂം അത് ആകെ ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇത് തന്നെ ഇവിടെ ഇവരുടെ ലക്ഷറിയാണ് ആക്ച്വലി. ഇതാണ് ഇവരുടെ ലക്ഷറി. ഇത്രയും ചെറിയ റൂമിനാണ് ഇവിടെ ഭയങ്കര റെൻറ്റും ആണ് റൂംസിൻ്റെയൊക്കെ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ എല്ലാ ബിൽഡിങ്സും മറ്റേ ഇങ്ങനെ മാച്ച് ബോക്സ് അടുക്കി വെച്ച പോലെ ഉണ്ട്. പിന്നെ നമ്മുടെ വ്യൂ എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മളുടെ ബെഡ്റൂം എന്നുള്ള, കാരണം ബാക്ക് സൈഡ് മൗണ്ടൻ ആണ്. അങ്ങനെ ഹോങ്കോങ്ങിൻ്റെ ഫസ്റ്റ് ഡേ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഫസ്റ്റ് ഞങ്ങൾ വന്നത് വിക്ടോറിയ പീക്കാണ്. പിന്നെ ഇവിടുന്ന് നമ്മൾ മോൺസ്റ്റർ ബിൽഡിംഗ് അങ്ങനെ ഇന്ന് കുറച്ച് പ്ലാൻസ് ഒക്കെ ഉള്ളൂ, കാരണം വന്ന ഡേ ആണ്, അപ്പോൾ റെസ്റ്റ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ കുറച്ച് പ്ലാൻസ് ഒക്കെ ഇന്ന് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ അതെല്ലാം ഒരു 3-4 സ്ഥലം കവർ ചെയ്തിട്ട് ഇന്നങ്ങ് സ്റ്റോപ്പ് ചെയ്യാമെന്നാണ്. പിന്നെ നാളെ ഞങ്ങൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യും. അപ്പോൾ ഒരു 4 days നമ്മൾ ഹോങ്കോങ്ങിൻ്റെ എല്ലാം എക്സ്പ്ലോർ ചെയ്ത് കഴിയണം എന്നാണ് പ്ലാന്. അപ്പോൾ നമ്മൾ ഹോങ്കോങ്ങിൻ്റെ എല്ലാ കാഴ്ചകളും നിങ്ങൾക്ക് ഈ ഹോങ്കോങ് പാർട്ടിലൂടെ കാണുന്നതാണ്. പക്ഷെ ഒരു പ്ലസൻറ്റ് വെതറാണ്. പക്ഷെ ഞങ്ങൾ ചൂസ് ചെയ്ത ടൈം എന്ന് പറഞ്ഞാൽ റൈറ്റ് ടൈമാണ്. നല്ല ഈവനിങ്, നല്ല മിസ്റ്റ് ഉണ്ട്. ഒരു ഡേ ടൈം ആയാലും ഒരു അത്യാവശ്യം ചൂടൊക്കെ ഉള്ളൂ. നല്ലൊരു ടൈമിങ്ങാണ് ഞങ്ങൾ ചൂസ് ചെയ്തത് ഹോങ്കോങ്. അപ്പോൾ ഹോങ്കോങ്ങിൽ ഒരു 4 days 5 days ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ 4 days കൊണ്ട് മാക്സിമം ഞങ്ങൾ ഇവിടെ കവർ ചെയ്യും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഹെൽപ്പും ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ഹോങ്കോങ് തനിയെ പ്ലാൻ ചെയ്ത് വരാൻ പറ്റും. കാരണം ഞങ്ങൾ ഫ്ലൈറ്റ് ഇതെല്ലാം ഹോട്ടലെല്ലാം ഞങ്ങൾ നേരത്തെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു എറ്റിനറി ഞങ്ങളുടേതായ പ്രിപ്പയർ ചെയ്താണ് വന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുക, അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ഐഡിയ കിട്ടും ഹോങ്കോങ് ട്രാവലിന്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലോറിൽ കയറുമ്പോൾ കുറേ മൊണോപ്പൊളി ഗെയിംസൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കിഡ്സിനൊക്കെ ആയിട്ട് നമുക്കൊക്കെ ഗെയിംസൊക്കെ കളിക്കുന്നവർക്ക് ആയിട്ട് ഒരു ഗെയിം ഏരിയ. ഞങ്ങളൊരു ഈവനിങ് ആണ് ഇവിടെ വിസിറ്റ് ചെയ്തത് വിക്ടോറിയ പീക്കിൽ. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഒരു മോർണിംഗ് അല്ലെങ്കിൽ ഒരു സൺ ടൈം വരാൻ നോക്കുക, കാരണം ഇവിടെ നിന്നുള്ള വ്യൂ കിടിലമാണ്, അത് മിസ് ചെയ്യരുത്. പിന്നെ ഇത് അങ്ങനെ നമ്മൾ താഴേക്ക് ഇറങ്ങി വരുമ്പം മാഡം തുസാഡ്സിൻ്റെ ഒരു വാക്സ് മ്യൂസിയം ഉണ്ട്. ലണ്ടനിലാണ് ഇതിൻ്റെ ഒരു മെയിൻ മ്യൂസിയം വരുന്നത്. ഹോങ്കോങ്ങിലൊരു ചെറിയ മ്യൂസിയം അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ ഹോങ്കോങ്ങിൻ്റെ ഫസ്റ്റ് ഡേയിൽ എക്സൈറ്റഡ് കാര്യമായിരുന്നു പീക്ക് ട്രാമിൽ കയറുക എന്നുള്ളത്. അപ്പോൾ അതിന് ടിക്കറ്റൊക്കെ നമ്മൾ എടുത്തിട്ട്, ഇവിടെ ടിക്കറ്റ് ഉണ്ട്, അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മളിത് ട്രാമിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. നമുക്ക് മുകളിൽ നിന്ന് താഴേക്കും താഴെ നിന്ന് മേളിലേക്കുമുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഞങ്ങളിപ്പോൾ മേലെ എത്തി ഓൾറെഡി, അതുകൊണ്ട് താഴേക്കാണ് പോകുന്നത്. അങ്ങനെ വിക്ടോറിയ പീക്ക് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്നത് നമ്മുടെ ഫേമസ് മൂവി ട്രാൻസ്ഫോമർ ഷൂട്ട് ചെയ്ത മോൺസ്റ്റർ ബിൽഡിങ്ങിലാണ്. അത് ഈ ബിൽഡിംഗ് നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിരിക്കും. നമ്മുടെ ട്രാൻസ്ഫോമർ മൂവിയിലെ സീന് മെയിനായിട്ട് ഇവിടെയാണ് എടുത്തിരിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു റെസിഡൻസ് ഏരിയയാണ്, പക്ഷേ ഇതൊരു ഇപ്പോൾ ആ മൂവി കാരണം ഒരു ഫേമസ് ആയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ കേബിൾ റൈഡാണ്. അതാണ് ഇവിടെ മിസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 20-25 minutes റൈഡാണ്. അപ്പോൾ അത് നേരെ എത്തുന്നത് ബിഗ് ബുദ്ധയിലേക്കാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യും ഞങ്ങളൊരു ആഫ്റ്റർനൂൺ വരെ. ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്തത് കേബിൾ റൈഡ് എന്നായിരുന്നു. ഹോങ്കോങ്ങിൻ്റെ സെക്കൻഡ് ഡേ.
അപ്പോൾ നമ്മൾ ഇന്ന് ഫുൾ ഡേ എക്സ്പ്ലോർ ആണ്. ഇന്നലെ വന്ന ടയർഡ്നെസ്സിൽ അധികം എക്സ്പ്ലോർ ചെയ്തില്ല. അപ്പം ഞങ്ങൾ എക്സ്പ്ലോർ തുടങ്ങുകയാണ്. ഇന്ന് രാവിലെ തൊട്ട് രാത്രി വരെ എക്സ്പ്ലോർ പ്ലാൻ ആണ്. എത്രത്തോളം ഉണ്ടാവും, എത്രത്തോളം സക്സസ് ആവും എന്നറിയില്ല. എന്നാലും നമുക്ക് നോക്കാം. ഞങ്ങൾ ഓൺലൈനിൽ തന്നെ ടിക്കറ്റ് എടുത്തിട്ടാണ് വന്നത്. ഇവിടെ അത്യാവശ്യം ടിക്കറ്റിനൊക്കെ ക്യൂ ഉണ്ടായിരുന്നു. ഇവിടെ 2 ടൈപ്സ് ഓഫ് ക്യാബിനാണ് ഉള്ളത്. ഒന്ന് ഗ്ലാസ് ക്യാബിനും ഒന്ന് നോർമലും. ഈ ഒരു 360 വ്യൂ കേബിൾ റൈഡ് ഒരു രക്ഷയില്ല. നല്ലൊരു കിടിലം എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഈ റൈഡ്. കാരണം ഇത് മിസ് ചെയ്തെങ്കിൽ ഭയങ്കര ഒരു ഇതായനെ. അങ്ങനെ കേബിൾ കാർ റൈഡ് കഴിഞ്ഞ് ഞങ്ങൾ എത്തിയത് നോങ്കോങ് പിങ് വില്ലേജിലാണ്. ഇവിടെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ സ്പോട്ടാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു ഏരിയ തന്നെയാണ് ടിയാൻ ടാൻ ബുദ്ധ, അല്ലെങ്കിൽ നമ്മൾ ബിഗ് ബുദ്ധ എന്ന് പറയും. അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട വരുമ്പോൾ നമ്മുടെ ഈ കേബിൾ കാർ കഴിഞ്ഞ് നമ്മൾ മേളിലോട്ട് എത്തുമ്പോഴാണ് നമ്മുടെ ഈ ടിയാൻ ടാൻ ബുദ്ധ ഏരിയയുള്ളത്, ബിഗ് ബുദ്ധ. അപ്പോൾ അത് നമുക്ക് വിസിറ്റ് ചെയ്ത് വരാം ഈ ട്രിപ്പിലൂടെ. അപ്പം നമുക്ക് ബുദ്ധയിലേക്ക് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, കയറി കഷ്ടപ്പെടും. അങ്ങനെ ബിഗ് ബുദ്ധ വിസിറ്റ് ചെയ്ത് താഴെ വന്നപ്പോഴാണ് ഇവിടെ ചൈനീസുകാരുടെ ഒരു പ്രെയർ കണ്ടത്. കുറേ ഈ നമ്മുടെ സാമ്പ്രാണി പോലത്തെ സംഭവമൊക്കെ ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ട് എല്ലാവരും ഭയങ്കര പ്രേ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ചൈനീസ് ടെമ്പിൾ ഉണ്ട്, അതിൻ്റെ ഫ്രണ്ടിലാണ് ഇത് ഇങ്ങനെ എല്ലാവരും ഇതൊക്കെ എന്ന് ചോദിച്ചാൽ വലിയ സാമ്പ്രാണി തിരി പോലെയുണ്ട്, അഗർബത്തി പോലെയുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട് ഞാനും പോയി എന്തൊക്കെയോ പ്രാർത്ഥിച്ചു ഗൈസ്. അങ്ങനെ അവർ ചൈനീസിലും ഞാൻ മലയാളത്തിലും പ്രാർത്ഥിച്ചു കഴിഞ്ഞ് താഴേക്ക് റോപ്പ് വേയിൽ ഇറങ്ങുകയാണ്. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എന്താണെന്ന് തപ്പിപ്പിടിക്കണം. അങ്ങനെ ലഞ്ച് കഴിഞ്ഞ് കുറച്ച് റിലാക്സ് ചെയ്യാൻ വല്ല ഗാർഡനിലും പോയാലോ എന്ന് ആലോചിച്ചപ്പോഴാണ് എൻ്റെ എറ്റിനറിയിൽ ഞാൻ ഉച്ചയായപ്പോൾ കുത്തിക്കയറ്റിയ ഒരു പ്ലേസാണ് നാൻ ലിയാൻ ഗാർഡൻ. ഞാൻ വിചാരിച്ചു അത് ഫ്ലോപ്പ് ആകുമെന്ന്, പക്ഷെ ഫ്ലോപ്പ് ആയില്ല. അതാണ് ഞാൻ അങ്ങനെ തപ്പിപ്പിടിച്ച് ഗൂഗിളിൽ കണ്ടുപിടിച്ച് എത്തിയ ഒരു സ്ഥലമാണ് നാൻ ലിയാൻ ഗാർഡൻ. ഇവിടെ വന്നപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയുള്ള വ്യൂസും നല്ല കുറേ ഫോട്ടോസ് ഡി പിയിലൊക്കെ ഇങ്ങനെ മാറ്റി കളിക്കാനുള്ള ഫോട്ടോസൊക്കെ എടുക്കാനുള്ള കുറേ സ്ഥലങ്ങൾ ഞാൻ തപ്പിപ്പിടിച്ചു. അങ്ങനെ കുറേ ഫോട്ടോഷൂട്ടൊക്കെ ഇവിടെ നടത്തി കുറച്ചിവിടെ റിലാക്സ് ചെയ്യാനുള്ള പ്ലാനാണ് ഗൈസ് ഈവനിങ് വരെ. അങ്ങനെ നാൻ ലിയാൻ ഗാർഡൻ വിസിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്ത് ഞങ്ങൾ വിക്ടോറിയ ഹാർബർ സ്റ്റേഷനിലേക്ക് എത്തി. അപ്പോൾ ഈവനിങ് ആണ് ഇവിടെ ഏറ്റവും നല്ലത് സ്പെൻഡ് ചെയ്യാൻ. അപ്പോൾ ബസ് സ്റ്റേഷൻ ഞങ്ങൾ ഇറങ്ങിയിട്ട് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാനും നമ്മൾ പഠിക്കുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഈവനിങ് ആയപ്പോൾ ഇവിടെ എത്തി. കുറേ ഷോപ്സ് ഉണ്ട് ഇറങ്ങുമ്പോൾ തന്നെ, ബസ് സ്റ്റേഷൻ ഇറങ്ങുമ്പോൾ തന്നെ കുറേ നമുക്ക് ഫുഡിൻ്റെ ഒക്കെ സ്റ്റോൾസൊക്കെ ഉണ്ട്. ഇവിടെ ഓരോരോ വെറൈറ്റി ഉണ്ട്. പിന്നെ 7-Eleven, അതെ എല്ലായിടവും ഉണ്ട്, എന്നാലും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് ഇവിടുത്തെ കാര്യം നോക്കിയപ്പോൾ ഇവിടെ സ്റ്റാർ ഫെറി ഉണ്ട്. സ്റ്റാർ ഫെറിക്ക് നേരത്തെ ടിക്കറ്റ് എടുക്കണം എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു. അപ്പം ഞാനും എൻ്റെ കെട്ടിയവരും കൂടെ ഒരു ചെറിയ ഉടക്കൊക്കെ ആയി. അപ്പം അപ്പോഴത്തെ പറഞ്ഞു ഇല്ലാലത്ത് നമുക്ക് സൊല്യൂഷൻ ഉണ്ടല്ലോ, എന്തിനാണ് വെറുതെ ഇവിടെ വന്ന് അടികൂട്ടണമെന്ന് വിചാരിച്ചിട്ട് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു വാരണാസിയിലൊക്കെ ഇങ്ങനെ ബോട്ട്. അപ്പോൾ പുള്ളി എന്നെ കളിയാക്കി, പിന്നെ വാരണാസിയിലെ പോലെയൊക്കെ ബോട്ടിൽ 30 രൂപ 40 രൂപ വിളിക്കുമല്ലേ എന്ന് വിചാരിച്ചപ്പോൾ അതേ ഗൈസ് അങ്ങനെ വിളിച്ച് ഞങ്ങൾക്കൊരു ബോട്ട് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിലും ലാസ്റ്റ് 2 പേരുടെ സീറ്റ് ഒഴിവുള്ളതുകൊണ്ട് ഒരു ബോട്ടിൽ എങ്ങനെയോ കയറി കൂടി ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾക്ക് ആ വ്യൂ എൻജോയ് ചെയ്യാൻ പറ്റി ലക്കിലി. അങ്ങനെ ഫെറിയിൽ നിന്ന് നേരെ ഇറങ്ങി നമ്മൾ ഡാഡി കോളിൽ മമ്മൂക്കയുടെ സിനിമയെ കണ്ട ബ്രൂസ് ലീ സ്റ്റാച്യു കാണാൻ ഇറങ്ങിയതാണ്. അത് തപ്പിപ്പിടിച്ച് അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ നൈറ്റ് വ്യൂവിലോട്ട് നമ്മൾ കയറുവാണ്. അങ്ങനെ 8 o'clock ഇവിടെ സിംഫണി ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ലൈറ്റ് ഷോ ഉണ്ട്. അതൊരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. ഇവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് 8 മണിയുടെ ആ ഷോ കാണാനാണ്. അപ്പം ഞങ്ങളും ഇങ്ങനെ എൻജോയ് ചെയ്യണം. അപ്പോഴിങ്ങനെ ഓരോ ഇതൊക്കെ ബോട്ടിലിരുന്ന് കാണുന്നവരും ഉണ്ട്. പക്ഷെ ഞങ്ങളിവിടെ ഒരു പ്ലേസൊക്കെ സെറ്റാക്കി നമ്മൾ വെയിറ്റ് ചെയ്യാണ് സിംഫണി ഓഫ് ലൈറ്റ് ഷോ കാണാനായിട്ട്. അങ്ങനെ ലൈറ്റ് ഷോ ഒക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങി നമ്മൾ ഓൾഡ് ക്ലോക്ക് ടവർ അതും കൂടി കണ്ടിട്ട് നേരെ തിരിച്ച് റൂമിൽ പോയി റെസ്റ്റ് ചെയ്യുകയാണ്. ഇന്നത്തെ ഡേ ക്ലോസ് ചെയ്യുകയാണ്. അങ്ങനെ ഹോങ്കോങ്ങിലെ 3rd ഡേ എവിടെയാണെന്ന് നിങ്ങൾക്കൊരു ഗസ് ഒക്കെ കിട്ടിയിട്ടുണ്ടാകും ചെറുതായിട്ടെന്ന് തോന്നുന്നു. അതെ, ഞങ്ങൾ മോസ്റ്റ് അവൈറ്റഡ് ആയിട്ടിരുന്ന ഒരു സ്ഥലമാണ്. 3rd ഡേ കംപ്ലീറ്റ് ഞങ്ങൾ ഇവിടെയാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ ഹോങ്കോങ്ങിലെ ഇന്നത്തെ ഡേ ഓഷ്യൻ പാർക്കിലാണ്. ഇവിടെ ഒരുപാട് അഡ്വഞ്ചർ റൈഡ്സ് ഒക്കെ ഉണ്ട്. സോ ഇന്നത്തെ കംപ്ലീറ്റ് ഡേ ഞങ്ങൾ മാറ്റി വെച്ചിരിക്കുന്നത് ഓഷ്യൻ പാർക്കിലാണ്. സോ നമുക്ക് ഒരുമിച്ച് എക്സ്പ്ലോർ ചെയ്യാം. അങ്ങനെ കയറി വരുമ്പോൾ കുറേ ക്രോക്കഡൈൽസ് അങ്ങനത്തെ അനിമൽസിൻ്റെ ഇതൊക്കെയാണ്. പിന്നെ ഇവിടെ കുറേ ബബിൾസ്, ഇങ്ങനെ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാൻ, എന്നെപ്പോലെയുള്ള കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാൻ കുറേ ബബിൾസിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെയൊക്കെ കളിച്ചു. അത് കഴിഞ്ഞപ്പോൾ കുറേ ഫാമിലീസ് ഓഷ്യൻ പാർക്കിൻ്റെ ഫോട്ടോസ്. എൻ്റെ ഹസ്ബൻഡ് ഫോട്ടോഗ്രാഫറായി. എൻ്റെ ഫോട്ടോ എടുത്തുതരാൻ പറഞ്ഞാൽ മാത്രം അതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഗ്രാൻഡ് അക്വേറിയം ഉണ്ട്. ഭയങ്കര ഹ്യൂജാണ്. അതാണ് ഇവിടുത്തെ വൺ ഓഫ് ദ അട്രാക്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഓഷ്യൻ പാർക്കിൻ്റെ. അങ്ങനെ കുറേ വെറൈറ്റി ഫിഷസൊക്കെ കണ്ടു ഞങ്ങൾ. ഇങ്ങനെ കുറേ നേരം ഇവിടെ തന്നെ ഞങ്ങൾക്കൊരു 1.5 hour സ്പെൻഡ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അക്വേറിയം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പം കുറച്ച് ഷോപ്പൊക്കെ ഉണ്ട് നമുക്ക് പർച്ചേസിനൊക്കെ. ഞങ്ങളങ്ങനെ ഒന്നും മേടിച്ചില്ല. അടുത്തതായി പാണ്ട കാണാനായിട്ട് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. നേരിട്ട് പാണ്ടയെ കാണണം എന്ന്. ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ ഒന്നും കാണാനില്ല. കുറച്ച് കുരങ്ങന്മാരെയൊക്കെയാണ് ഞാൻ കണ്ടത്. അപ്പോഴാണ് അവർ പറഞ്ഞത് പാണ്ട അകത്ത് റൂമിൽ റെസ്റ്റ് ചെയ്യുവാന്ന്. ഭയങ്കര ആറ്റിറ്റ്യൂഡാണ് പാണ്ടയ്ക്ക്, പുറത്തോട്ട് വരുന്നില്ല. അവസാനം ഇവിടെ ഇവരൊരു സ്ക്രീന് വെച്ചിട്ടുണ്ട്, ക്യാമറയും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടെ നമ്മൾ പാണ്ടയെ കണ്ട് സംതൃപ്തിയായി. അത് കഴിഞ്ഞപ്പോൾ പാണ്ട ഷോപ്സിൽ നിന്ന് എന്തെങ്കിലും മേടിക്കണമെങ്കിൽ നമുക്ക് മേടിക്കാം. പാണ്ടയെ കാണാത്ത ഞാൻ എന്ത് മേടിക്കാനാണ്? അങ്ങനെ ഒരു ആഫ്റ്റർനൂൺ ആയപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. ചോദിച്ച് ഞങ്ങളൊരു പകുതി ഭാഗം മാത്രമേ ഇവിടെ കവർ ചെയ്തിട്ടുള്ളൂ. അഡ്വഞ്ചർ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മേളിലാണ് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് 2 വഴിയുണ്ട്. അത് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു. അതിന് മുമ്പ് ഒരു ഗെയിം ഷോയിൽ കയറി. ഇതിനകത്ത് കയറിയിട്ട് തിരിച്ചിറങ്ങിയപ്പോഴും ഞങ്ങൾക്ക് എന്താണെന്നുള്ളത് മനസ്സിലായില്ല. അതാണ് ഏറ്റവും വലിയ രസം എന്നുള്ള ഗെയിമിൻ്റെ. അതിൻ്റെ ഇടയിൽ ഞാൻ നോക്കിയപ്പോൾ ഓൾഡ് ഹോങ്കോങ് ടൗൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവം. അവിടെ കുറച്ച് ഈ പഴയ ഗെയിംസൊക്കെ ഉണ്ട്. നമ്മുടെ മറ്റേ പണ്ട് നമ്മൾ കയറി കുതിരയിലൊക്കെ ഇരുന്നിട്ട് റൊട്ടേറ്റ് ചെയ്യില്ലേ, ആ സംഭവമാണ്. പക്ഷെ നമുക്കിപ്പം നാട്ടിൽ അങ്ങനെ കയറാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഹോങ്കോങ്ങിൽ കയറി സമാധാനിച്ചു. എൻ്റെ ചൈൽഡ്ഹുഡിൽ കുറച്ച് നടക്കാതെ ഉള്ള കാര്യങ്ങൾ പണ്ടൊക്കെ അതൊക്കെ നടത്തി. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഒരു പെറ്റിൻ്റെ ഇത്
കണ്ടു. കുറേ പാരറ്റ്സിനെ, അയ്യോ എന്തൊരു ആംബിയൻസ് അവിടെ. ഇവർ ശരിക്കും ആ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫോറസ്റ്റ്, ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു ഫോറസ്റ്റ്, അതിന് കൊടുക്കുന്ന ആംബിയൻസ് ഒക്കെ ഭയങ്കര, ഇത്രയും സ്പേസും ഇത്രയും ഒരു കൂൾ വെതർ അതിനായിട്ട് സെറ്റ് ചെയ്യുന്നത് ഭയങ്കര അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും അവിടെ എത്രത്തോളമാണ് ആ പാരറ്റ്സും കൊക്കറ്റും ഒക്കെ എൻജോയ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു ട്രാം സെറ്റപ്പ് ഉണ്ട് മേളിലേക്ക് പോകാനായിട്ട്. അപ്പം ഞങ്ങൾ വൺ സൈഡ് ട്രാമാണ് എടുത്തത്, അപ്പോൾ അതും എക്സ്പീരിയൻസ് ചെയ്യാം. തിരിച്ച് ഞങ്ങൾ റോപ്പ് വേ ആണ് പ്ലാൻ. ഇവിടെ കയറിയപ്പോഴാണെങ്കിൽ ബ്യൂട്ടിഫുൾ വ്യൂ ഗൈസ്. പിന്നെ നമ്മൾ അഡ്വഞ്ചർ സോണിലേക്ക് കയറുകയാണ്. ഇതിൽ കയറിയില്ല. എൻ്റെ ടെസ്റ്റ് ഡോസ് എന്ന രീതിയിൽ എൻ്റെ ഹസ്ബൻഡിനെ കയറ്റി ആദ്യം വിട്ടു. മേളിൽ പോയി നിന്ന് നിലവിളിക്കുന്ന മാത്രം കേൾക്കാം ഗൈസ്. കാരണം ഈ ഒരു ടെസ്റ്റ് ഡോസ് കഴിഞ്ഞ് ഞാൻ കയറുള്ളൂ. ഏതൊരു റൈഡിലും എൻ്റെ ടെസ്റ്റ് ഡ്രൈവർ എന്ന് പറയുന്നത് എൻ്റെ കെട്ടിയവനാണ്. എൻ്റെ കെട്ടിയവൻ്റെ ഫീഡ്ബാക്ക് അനുസരിച്ചായിരിക്കും ഞാൻ ഓരോ റൈഡ് തീരുമാനിക്കുന്നത്. ചിലപ്പോഴൊക്കെ പുള്ളി എനിക്കിട്ട് പണി തരാറുമുണ്ട്, സംഭവം ഒന്നുമില്ലാതെ പറയും. പക്ഷെ ഞാൻ ഈ അലർച്ചയും വെലർച്ചയൊക്കെ കേട്ടിട്ട് മാത്രമേ തീരുമാനിക്കാറുള്ളൂ ഈ റൈഡ് വേണോ വേണ്ടേ. പിന്നെ എനിക്ക് എവിടെ പോയാലും കാണാൻ ഇഷ്ടമുള്ള ഒരു ഇതാണ് പെൻക്യൂൻസ്. എനിക്ക് ഒരുപാട് പെൻക്യൂൻസ് ഒക്കെ ഇരിക്കുന്നത്. ഞാൻ ദുബായിലൊക്കെ പോകുമ്പോൾ ഞാൻ ദുബായ് മോളിനകത്തൊക്കെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് പെൻക്യൂൻസ്. എൻ്റെ കെട്ടിയവൻ പറയും, നിന്നെയും പെൻക്യൂൻസിനെ ഒരിടത്ത് കൊണ്ടിടണം, എനിക്കും അതിനും തണുപ്പാണ് വേണ്ടത് എന്നുള്ളത്. കാരണം എനിക്കും അതിനും അങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ ഞങ്ങൾ ഏറ്റവും എൻജോയ് ചെയ്ത ഈ വാട്ടർ സ്പ്ലാഷ് റൈഡാണ്. ശരിക്കും അത് എൻജോയ്മെൻറ്റ് തന്നെയായിരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ വെറ്റാകും. കുറേ ഇവരിങ്ങനെ വാട്ടർ സ്പ്രേ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലിവിടെ റെയിൻ കോട്ടൊക്കെ കിട്ടും, വേണമെന്നുള്ളവർക്ക് അത് മേടിക്കാം. നമ്മളതൊന്നും മേടിച്ചില്ല. നമ്മൾ വാട്ടർ എൻജോയ് ചെയ്യാൻ വന്ന് വാട്ടർ തന്നെ എൻജോയ് ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ട് ചോദിച്ചാൽ നനയാമെന്ന് തന്നെ തീരുമാനിച്ച് ഞങ്ങളിത് എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ ഒരു റൈഡ് ഞങ്ങൾക്കിവിടെ ഏറ്റവും ഓഷ്യൻ പാർക്കിൽ ഇഷ്ടപ്പെട്ട ഒരു റൈഡാണ് ഗൈസ്. അടുത്തതായിട്ട് ഞങ്ങൾക്ക് ഓഷ്യൻ പാർക്കിൻ്റെ ഒരു അട്രാക്ഷൻ ഇതായിട്ട് തോന്നിയതാണ് ഒരു 360 പനോരമിക് വ്യൂവിൽ ഒരു ഇതുപോലെ അവർ ഒരു കേബിൾ ഇത് ചെയ്തിട്ടുണ്ട്. കേബിൾ കാറല്ല, അതൊരു 360 റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ടവർ, ഒരു വലിയൊരു ടവറാണ്. ആ ടവറിൽ നമുക്കിങ്ങനെ ഇത് ഗ്ലാസ് ആണ്. സോ നമുക്ക് എല്ലാം ഇവിടെ നിന്നുകൊണ്ട് ഈ ഓഷ്യൻ പാർക്ക് മൊത്തവും നമുക്ക് ഇതിനകത്തിരുന്ന് കാണാം. ഒരു 360 ഇത് സ്ലോലി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഞങ്ങളങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് അപ്പം ഞാൻ എൻ്റെ കെട്ടിയവൻ പറയണം, ഇവിടെ നമ്മൾ പോയി, ഇവിടെ പോയില്ല. ഇതൊക്കെയാണ് പുള്ളി കണ്ടുപിടിക്കുന്നത്. പക്ഷെ ഞാൻ കണ്ടുപിടിക്കുന്നതൊന്നുമല്ല. ഞാൻ ഈ വ്യൂ എൻജോയ് ചെയ്യാണ്. ഈ മൊത്തമുള്ളൊരു സീ വ്യൂ ഇതിൻ്റെ ടോപ്പിൽ നിന്നിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ ടോപ്പിലോട്ട് പോയിട്ട് ഇങ്ങനെ സ്ലൈറ്റായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ആ വ്യൂ എൻജോയ് ചെയ്യാം. നമുക്ക് ആ പനോരമിക് വ്യൂ 360 ഡിഗ്രിയിൽ നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ഒരു മ്യൂസിക് ബാൻഡൊക്കെ കണ്ടു. നല്ല രസമുണ്ട്. കുറച്ചിട്ട് ഞാനിത് കേട്ടൂടെ. ഇവിടെ ഒരു വാട്ടർ ആനിമലാണ്, സീൽ എന്ന് പറയും. ഇത് നമുക്ക് അടുത്തോട്ടൊന്നും പോയി കാണാൻ പറ്റുന്നില്ല, കുറച്ച് ഡിസ്റ്റൻസിലാണ് ഇവർ ഇട്ടിരിക്കുന്നത്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ നിങ്ങൾ ഇതിൽ കൂടെ കുറച്ചിങ്ങനെ വെള്ളത്തിൽ കിടക്കുന്നതും പിന്നെ കുറച്ച് അവിടെയൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഞാനിങ്ങനെ വീഡിയോ കൂടെ സൂം ചെയ്ത് കാണിച്ചു തരാൻ പറ്റുമോ നോക്കുവാണ്.
ഇതിൻ്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ ഒക്കെ കിട്ടില്ലാണ് കേട്ടോ, ഒന്നും പറയാനില്ല. എത്ര ഫോട്ടോസ് എടുത്താലും മതിയാവില്ല. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഓഷ്യൻ പാർക്കിൻ്റെ വേറൊരു അട്രാക്ഷൻ ആയിരുന്നു ഡോൾഫിൻ ഷോ. അത് നമ്മൾ മിക്കയിടത്തും കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇവിടുത്തെ ഡോൾഫിൻ ഷോ കാണാമെന്ന് പറഞ്ഞ ടൈം അനുസരിച്ച് ഞങ്ങൾ കയറിയിരുന്നതാണ്. ഇവിടെ എന്തൊക്കെയോ അവരുടെ ഭാഷയെ കോമഡി പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഡോൾഫിനെ കാണാനിരിക്കുന്നു, ഇവരുടെ കോമഡി കേട്ട് ബോറടിച്ച് ചാകുന്നു. ഇടയ്ക്കിടയ്ക്ക് ഡോൾഫിൻ വരും, ഒരു പ്രതീക്ഷ തരും, പോകും. ഇതാണ് അവിടെ നടക്കുന്നത്. ഒന്ന് ഡോൾഫിനെ കാണാനായിട്ട് ഇവർ എന്തോ ഒരു ഡിമാൻഡാണ് ഇടുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. അങ്ങനെ കുറച്ചൊരു ഡോൾഫിൻ ഷോയൊക്കെ ഞങ്ങൾ കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ബോറടി തുടങ്ങി. കാരണം ഈ ഡോൾഫിൻ ഷോ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവരുടെ കുറേ ജവമടിയുണ്ട്. അവർക്ക് കോമഡി ആയിരിക്കാം, പക്ഷെ നമുക്കത് മനസ്സിലാവാത്തതുകൊണ്ട് അത് ബോറുമായി പോയി. അങ്ങനെ ഒരു 2-3 ഡോൾഫിനൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ഡോൾഫിൻ ഷോ അങ്ങനെ കുറച്ച് ഞങ്ങൾ കണ്ടു. നോർമൽ ഡോൾഫിൻ എല്ലായിടും ഉള്ള ഷോ പോലെ തന്നെയാണ് ഓഷ്യൻ പാർക്കിലും. അങ്ങനെ ഞങ്ങൾ നല്ല ടയേർഡായി. ഇനി ഇത് കഴിഞ്ഞ് നേരെ റൂമിലേക്ക്. ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ നമ്മുടെ ഹോങ്കോങ്ങിലെ 5th ആൻഡ് ഫൈനൽ ഡേ ആണ്. ഇത് നമ്മുടെ ഹോട്ടലിൻ്റെ ഡൗൺ സൈഡിലാണ് ഞങ്ങളുടെ ഫൈനൽ ഡേ ആണ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും 3rd നിന്ന് നേരെ ഞാൻ 5th ജമ്പ് ചെയ്തു. നോ, അങ്ങനെ 4th എന്ന് പറയുന്നത് ഒരു മാജിക്കൽ എപ്പിസോഡാണ്. അപ്പോൾ മാജിക്കൽ പാർട്ടിലേക്ക് ഞാൻ നിങ്ങൾക്ക് വേറൊരു വ്ലോഗായിട്ട് അത് ഇടുന്നതാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡിസ്നി ലാൻഡ്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. അങ്ങനെ മോർണിംഗ് ഒരു 10-11 o'clock ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ഗോൾഡൻ ബൗണിയ സ്ക്വയർ വിസിറ്റ് ചെയ്യാനായിട്ട് വന്നേക്കാണ്. ഇവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനാണ്. ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങളിനി കുറച്ച് നേരം ലഞ്ചൊക്കെ കഴിച്ചു. അതെല്ലാം കഴിഞ്ഞ് ഒരു ഈവനിങ് ആയി. ഞങ്ങൾ ഉച്ചയ്ക്ക് കുറച്ച് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്തു. അത് കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റിൽ വന്നു. കാരണം ഇത് ഞങ്ങളുടെ ഹോങ്കോങ്ങിലെ ഫൈനൽ ഡേ ആയതുകൊണ്ട് ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ഉണ്ട്. ഇവിടെ കുറച്ച് നമുക്ക് ബഡ്ജറ്റഡ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് നല്ല ബാഗ് ഇതൊക്കെ മേടിക്കാൻ പറ്റുന്ന ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണ്. ഇത് മോങ്കോക്ക് നൈറ്റ് മാർക്കറ്റാണ്. ഇതിവിടെ വളരെ ഫേമസ് ആണ്. നൈറ്റ് മാർക്കറ്റാണ് മോങ്കോക്കിൽ. അതായത് ഒരുപാട് ബാഗ്സ് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു നൈറ്റ് ലൈവ് മാർക്കറ്റാണ്. ഗുഡ് നൈറ്റ് ഹോങ്കോങ്. സൈനിങ് ഓഫ് ഫ്രം ലീവ് ഫോർ ട്രാവലിംഗ്.